ചില എഴുത്തുകാർ അവർ ട്യൂൺ കൊണ്ടുപോയി എഴുതി 2-3 ദിവസമൊക്കെ വർക്ക് ചെയ്ത് കൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഉം. ഹരി ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. ഞാൻ അങ്ങനെ എഴുതുന്നത് ഗിരീഷേട്ടനെ കണ്ടിട്ടുള്ളൂ. ആ ആ ഗിരീഷ് പുത്തഞ്ചേരി ലെജൻഡ്, കൺമുന്നേ നമുക്ക് കാണാൻ പറ്റുന്ന ലെജൻഡ്. അങ്ങനെ ഒരു ലെജൻഡ് പോലെ തോന്നുന്നു എനിക്ക് ഹരി എഴുതുമ്പോൾ. ഭയങ്കര ഉം. സ്പോണ്ടേനിയസ് ആണ്. ഹരി എഴുതുന്നതും തീർക്കും നമ്മൾ അറിയില്ല. ഞാൻ ട്യൂൺ ഉണ്ടാക്കുന്ന അതേ സ്പീഡിൽ തന്നെ അദ്ദേഹം എഴുതുകയും ചെയ്യും. ഭൂതകാലം ചെയ്യുന്ന സമയത്ത് ഉം. അത് വേറൊരു അപ്രോച്ചാണ്. അത് ആധുനിക കാലഘട്ടത്തിലെ ഹൊറർ സിനിമയാണ്. എന്റെ ജീവിതത്തിൽ ഏക ഒരു ഹൊറർ സിനിമ. അതെ. ഞാൻ വേറെ ഹൊറർ ചെയ്തിട്ടില്ല. ഞാൻ നോക്കിയാൽ ഞാൻ ഒരു ഹൊറർ പടം ചെയ്തിട്ടില്ല. പല സിനിമകളും ഹൊറർ ആയിട്ടുണ്ട്. ഉം. പക്ഷേ ഇത് റിലീസ് ആയതിനു ശേഷം ഹൊറർ ആവും. പക്ഷെ ഇത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത ഹൊറർ സിനിമയാണ്. അതൊരു സൈക്കോ ത്രില്ലർ കൂടെയാണ് ഒരർത്ഥത്തിൽ. അപ്പൊ അതിന് പറ്റുന്ന ചില സാധനങ്ങളൊന്നും നമ്മളെ തോന്നിപ്പിക്കണം. അതാണ് നിങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു ജോണറിൽ ഒരു മ്യൂസിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ നമ്മൾ വ്യാഖ്യാനിച്ചു വരുമ്പോൾ അത് കണ്ട ആ മാനസികാവസ്ഥയാണ് ആ മ്യൂസിക്കിലൂടെ ചെയ്യാൻ ശ്രമിച്ചതെന്ന് നമ്മൾ പറയും. നമ്മളെ കൊണ്ട് അത് തോന്നിപ്പിക്കും. അത്രയ്ക്കും ബുദ്ധിയുണ്ടോ? ആർക്ക്? എനിക്കോ? ഓ. ഒരു ബുദ്ധിയല്ല, ഫീലിംഗ് ആണ് ആവശ്യം. കലാകാരന് ബുദ്ധി കൂടിയിട്ട് കാര്യമില്ല. ബുദ്ധിയുള്ള ഒരു കാര്യം വല്ലതും ചെയ്തിട്ട് റോക്കറ്റോ എന്തൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഇമോഷൻസ് ആണ്. ഇമോഷൻസ് നമുക്ക് ഹുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് കാര്യം? ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ. അതിലൊരു അമ്മയ്ക്കും ഒരു മകനും സാധാരണ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ ഡിസ്റ്റർബൻസ് എന്താണ്, എനിക്ക് മാനസികമായിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതൊക്കെ വരുമ്പം ഞാൻ ഇങ്ങനെയുള്ള ഓരോ സിനിമകൾ, ഇപ്പം അങ്ങനെ ചില സിനിമകളുണ്ട്, ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് അവരുടെ മാനസികാവസ്ഥയിലുള്ള അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നു. ചുമ്മാ വെറുതെ സ്വരം വെച്ചിട്ട് കമ്പോസ് ചെയ്യുന്ന മ്യൂസിക് കമ്പോസർ, ഞാൻ ടെക്നീഷ്യൻ ടു ഒരു ഫിലിം മേക്കറും കൂടിയാണ് ഞാൻ. അപ്പം അത് എന്തർത്ഥത്തിലാണ് അത് ഉദ്ദേശിച്ചവർ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള അവർ ചെയ്ത വികാരം. ഒരാൾ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ പേന ആ വൈറ്റ് പേപ്പറിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ സംഗീതം ചെയ്യുന്നത്. എൻ്റെ ഒരു സിറ്റുവേഷൻ കിട്ടി, ഇതിങ്ങനെ ഒരു മൂഡ് പിടിച്ചേക്കാം, അങ്ങനെ ഒരു മ്യൂസീഷ്യനല്ല, ഞാനൊരു ടെക്നീഷ്യൻ കൂടിയാണ്. അപ്പോൾ ആ എഴുതുന്ന ആളുടെ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പിന്നിലുള്ള വികാരങ്ങൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് ഒരുപാട് സിനിമകൾ കണ്ടിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും കിട്ടിയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം നമ്മൾ ആദ്യം. അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിലെനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. ആ സിനിമ ചെയ്യുമ്പം ആ മാനസികാവസ്ഥയിലുള്ള ഒരാളുടെ ഒരവസ്ഥ, അങ്ങനെ ആരെങ്കിലും എനിക്ക് പരിചയമുണ്ടോ? അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളെ കണ്ടു. അയാളെ വിളിച്ചു, അയാൾ സംസാരിച്ചു. അവരുടെ ഒരു പെയിൻ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പെയിൻ എന്താണ്, വാട്ട് ദേ ആർ മിസ്സിങ്, ആ ക്യാരക്ടേഴ്സ് എന്താണ് മിസ്സിങ്, അങ്ങനെ ഒരു ഡീപ്പർ ലെവൽ തിങ്കിങ് ഉണ്ട്. അപ്പം അതിലുള്ള സംഗീതത്തിന് പിന്നിലുള്ള ബുദ്ധിയുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പറയുന്നത്. ബുദ്ധിയുണ്ടെന്നുള്ളതല്ല, നമ്മളെ ഗോപിച്ചേട്ടൻ നല്ല ബുദ്ധിയുള്ള ആളാണ്. അതെ, ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പല രീതിയിലിരിക്കും. ചില വണ്ടികൾക്കെല്ലാം നല്ല എഞ്ചിനായിരിക്കും, അതിന് ബ്രേക്ക് ഇല്ലെങ്കിൽ കാര്യമില്ല. അത് ബുദ്ധി നിർത്താനും കൂടെ നമുക്കറിയാം. അപ്പോൾ ബ്രേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് അങ്ങ് പോവും. ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളത് ചെയ്യുമ്പോൾ ആ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുക. ഇപ്പം ഞാൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവി മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാൽ കുഴഞ്ഞ് നെയ്തൊലർന്ന് വീണു പോകും എന്നാലും മൂന്നിടത്ത് നാമ്പെടുത്തു നിന്നിടാം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ നദിയോരം, ഈ പാട്ടുകൾ ചെയ്യാനായിട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയുടെ ആന്തരം മനസ്സിലാക്കാനായിട്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പറ്റുമോ? ഞാനാവും. അതിനെനിക്ക് രാഷ്ട്രീയ ബുദ്ധി വേണം? വേണ്ട. അതിൻ്റെ വികാരം അറിഞ്ഞാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, വികാരം മനസ്സിലായാൽ മതി. ഇപ്പം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സത്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം ഒരു ആത്മഹത്യ പ്രവണതയുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫുട്ബോൾ ടീമിൽ കളിക്കാൻ പോയ എക്സ്പീരിയൻസ് വേണ്ട നമുക്ക് എന്ന് പറഞ്ഞു വരുന്നത്. നമ്മളെ ബുദ്ധി അങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സിമ്പിൾ നൊട്ടേഷനിലോട്ട് വരുന്നത്. സൗണ്ട് കൊണ്ടല്ല ഡിസ്റ്റർബ് ചെയ്യുന്നത്, നൊട്ടേഷൻ കൊണ്ടാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. മ്യൂസിക്കൽ നൊട്ടേഷൻ ഡിസ്റ്റർബിങ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് കണ്ടെത്തൽ. ടോൺ ഓഫ് ഇമോഷൻ, ആ നൊട്ടേഷനിലോട്ട് എത്തുക എന്നുള്ളതായിരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. വൺസ് അതിലോട്ട് എത്തിക്കഴിഞ്ഞപ്പം എടുക്കുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്വരങ്ങൾ എന്ന് പറയും സിമ്പിളായിട്ട്. ആ സ്വരങ്ങൾ നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഓർക്കസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ല. എന്ന് പറയുന്നത്, ഒരു നല്ല കഥയുള്ള ഒരു സിനിമയ്ക്ക് ഒരു മേക്കറിൻ്റെ ആവശ്യമില്ല.
ഇപ്പം ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അന്തം വിട്ട് കേട്ടിരിക്കും, ത്രില്ലടിക്കും. ത്രില്ലടിച്ച് കേട്ടിരിക്കും. അതിനൊരു മേക്കിംഗ് ആവശ്യമില്ല. അത് വെറുതെ കഥാപ്രസംഗം പോലെ കേട്ടാൽ നമ്മൾ ആസ്വദിച്ചിരുന്ന് ത്രില്ലടിക്കും, മനസ്സിലാവും. പക്ഷെ ചില സിനിമകൾ നമുക്ക് മേക്കിംഗ് കൂടി വന്നാൽ മാത്രമേ അത് വർക്കാവും. അന്ന് പറഞ്ഞ പോലെയാണ്. അത് കറക്റ്റ് നൊട്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൗണ്ടും ബഹളമൊന്നും ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ അതിലൊരു തീവ്രമായ ഹൊററും സൈക്കോ ത്രില്ലറും അതിൽ ഉള്ളി കിടപ്പുണ്ട്. അതിൻ്റെ നൊട്ടേഷൻ കറക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് സൗണ്ട് കൊണ്ട് അധികം ബഹളമൊന്നും ഉണ്ടാക്കാതെ തന്നെ ടിങ് ടിങ് 2 നോട്ട് വെച്ചിട്ട് തന്നെ ആളെ പേടിപ്പിക്കാൻ പറ്റി. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ജോൺസൺ മാഷിൻ്റെ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ പടം. ടിങ് 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 ടിങ്. അതിലെന്ത് ബഹളം ഉണ്ടാക്കിയത്? ഒരു മൃദംഗം നമ്മൾ പേടിച്ചാറുണ്ട്, പേടിച്ച് വിറച്ചു പോയില്ലേ. ആ ജോൺസൺ മാഷ് അന്ന് നമുക്ക് തന്നിട്ടുള്ള ഒരു പാത്താണ്. അത് ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും അത്ഭുതത്തോടു കൂടി കേട്ടിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തി, എന്തെങ്കിലുമൊക്കെ ആയി എന്നൊക്കെ മാനുഷികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അഹങ്കാരം വരുമ്പോൾ വെറുതെ ജോൺസൺ മാഷിൻ്റെ 2 ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടാൽ മതി, നമ്മൾ തറയിലെത്തും. ചുമ്മാ ഇങ്ങനെ ടുടുടും ഒന്നും വേണ്ട. അത് ചെറുത് ആ ജോൺസൺ മാഷിൻ്റെ ഭയങ്കര രസമാണ്. തനിയാവർത്തനത്തിലൊക്കെ ഇടയ്ക്കൊക്കെ വെച്ചിട്ടുള്ളൊരു എന്തോരം പടച്ചയ്ക്കുക ഒരുപാട്. അത് അടിപൊളിയാണ്. ഈ ജിംഗിൾസ് ചെയ്യാൻ കുറച്ച് സ്പേസിനകത്താണ് നമ്മളത് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് ഹിറ്റ് ആവണം. ഹിറ്റ് ആയിക്കൊള്ളണമെന്ന് പറയും. എത്ര പ്രാവശ്യം ഒരു പ്ലേ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഹിറ്റാവുന്നത് അവരുടെ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അത് കേൾപ്പിക്കുന്നു, അതിനുള്ള സ്ലോട്ട് അവർ വാങ്ങിക്കുന്നുണ്ടോ. കൂടുതൽ സ്ലോട്ട് വാങ്ങിക്കുന്ന ആഡ്, ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ആഡ്, ദണ്ഡി ഉപ്പിൻ്റെ ആഡ് വരെ ഹിറ്റാണ്. അത് നമുക്ക് ഇഷ്ടമല്ലല്ലോ, പക്ഷെ നമുക്ക് ഹിറ്റാണെന്ന് പറയാം അല്ലേ. അതെന്ന് വെച്ചാൽ ഒരുപാട് സ്ലോട്ടുകൾ അവർ പൈ ചെയ്ത് അവർ സെല് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് കേൾക്കേണ്ടി വരുന്നു. എത്ര ഇഷ്ടപ്പെട്ട സിനിമ കണ്ടാലും അതിൻ്റെ ഒരു ആഡ് നമ്മൾ കണ്ടല്ലേ പറ്റും. അപ്പം അങ്ങനെ കണ്ട് അത് ഹിറ്റാവുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ആഡ് പറഞ്ഞ്, ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ആഡ് പറഞ്ഞു, വനമാലയുടെ ആഡ്, അതെല്ലാവരും പാടുന്നുണ്ട്, വനമാല വന്നല്ലോ എന്നു. അതുപോലെ ഇഷ്ടമില്ലാത്ത നമ്മൾ ഇഷ്ടമല്ലെങ്കിലും അത് കേൾപ്പിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അറിയിക്കുക എന്നുള്ളതാണ് ആഡിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അതൊരു ഇഷ്ടക്കേടൊന്നും വരുന്നില്ല. കൂടുതൽ സ്ലോട്ട് ബൈ ചെയ്യുന്നിടത്ത് നല്ലൊരു ട്യൂണും കൂടി വരുന്നിടത്താണ് അത് നമുക്ക് കൂടി സന്തോഷിക്കാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ അത് എത്തുന്നത്. അതാരാ ചെയ്തതെന്നും ആരും അറിയുന്നില്ല. ഒരു ചെറിയ റോഡിൽ വലിയ ഒരു ട്രാക്ടർ ഓടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരു വലിയ മൈതാനത്ത് വണ്ടി ഓടിക്കാൻ കിട്ടിയൊരു ഫീലാണ് സിനിമ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ലുക്സ് ആൻഡ് കോർണർ നന്നിട്ട് എൻജോയ് ചെയ്ത് എനിക്ക് അവതരിപ്പിക്കാൻ കഴിയും. അതൊരു എങ്ങനെ വേണോ ഇട്ടാ നമ്മൾ വർക്ക് ചെയ്യുക. അത് വലിയ സുഖം. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ തെലുങ്കിൽ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പൈസ കിട്ടും. അപ്പം അത് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഗുണമല്ലേ, നമ്മൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി ആശ്രയിക്കുമ്പോൾ. ഇവിടെ ചിലപ്പോൾ ഒരു 10 പടം ചെയ്യുന്നതിൻ്റെ പൈസ ഒറ്റയടിക്ക് കിട്ടില്ല. പൈസ ഇപ്പോൾ ഒരു പടത്തിന് ഒരു 50 കോടി മ്യൂസിക് ചെയ്യാൻ തന്നാലും 5 ലക്ഷം മ്യൂസിക് ചെയ്യാൻ തന്നാലും നമ്മൾ പ്രവർത്തിക്കുന്ന ബ്രെയിൻ ഒന്നാണ്, ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഒന്നാണ്. നമ്മളൊരു പാട്ടിന് വേണ്ടി എത്ര രൂപ ചിലവാക്കാൻ പറ്റും അല്ലേ? അതിനൊരു ലിമിറ്റ് ഉണ്ട്. ബാക്കി എത്ര കിട്ടുന്നാലും ഇത്രയേ അതിന് പറ്റൂ. ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ ഇന്നൊരു നേരം 50,000 രൂപയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനൊരു കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. നമുക്കൊരിക്കലും അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല.